വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ 8th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കറക്കം പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെ രണ്ടുപേരെയും സ്കൂളിലും ഡേ കെയറിലൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏട്ടനും ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് ഞാനും പിന്നാലെ കൂടിയിട്ടോ. ഇന്ന് എന്തായാലും ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ അപ്പൂനെ നമ്മളെ ഡേ കെയറിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും എവിടേക്കോ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവളും ഞാനും വരുന്നുണ്ട് അമ്മയുടെ കൂടെയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ആമാന്തിച്ച് അവിടെ നിൽക്കുകയാണ് കേട്ടോ ഗേറ്റിൻ്റെ അവിടെ. പിന്നെ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് ഉള്ളിൽ കയറ്റി വിട്ടു. പിന്നെ ഇതേ ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ. ഞങ്ങളിതേ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഫോർട്ട് കൊച്ചി ഞാൻ പോയിട്ടില്ല കേട്ടോ ഇതുവരെ. 8 കൊല്ലമായി ഞാൻ 10 കൊല്ലമായി ഞാൻ എറണാകുളത്ത് എത്തിയിട്ട്. എന്നിട്ടും ഞാൻ ഫോർട്ട് കൊച്ചി ഇതുവരെ കണ്ടിട്ടില്ല. ആ ഒരു പരാതി ഞാൻ ഏട്ടനോട് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 2-3 ദിവസം മുന്നേ തന്നെ ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ, എനിക്കിങ്ങനെ ഫോർട്ട് കൊച്ചി പോകേണ്ട ഒരു ആവശ്യമുണ്ട്, വേണമെങ്കിൽ നീയും പോരെ. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനുണ്ട് ഏട്ടാന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ദേ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ വൈറ്റില വഴി അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. എനിക്ക് ഈ ഒരു സൈഡ് അധികം വശമില്ല നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട്. ഞാൻ ഏട്ടൻ്റെ ബാക്കിലിരുന്ന് ഇങ്ങനെ പോകുന്നല്ലാതെ എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അധികം അറിയില്ല കേട്ടോ. അപ്പോൾ ദേ നമ്മളിപ്പോൾ ഒരു പാലം കയറാനായിട്ട് പോവുകയാണ്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അടിപൊളി സ്ഥലങ്ങളായിരുന്നു കേട്ടോ. വരുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഞാൻ ക്യാമറ ഓൺ ചെയ്തേ വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഇന്നാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇതേവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ള ഒരു കറക്കവും കാര്യങ്ങളും ഒന്നും. അപ്പോൾ ദേ നമ്മൾ അവസാനം ഫോർട്ട് കൊച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ദാഹമായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് നാരങ്ങ സോഡയും സോഡാ സർബത്തും ഒക്കെ കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ജങ്കാറൊക്കെ കയറുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പിന്നെ ജങ്കാറിൽ പോകണം, ഫോർട്ട് കൊച്ചി ഒന്ന് കറങ്ങണം. അങ്ങനെയൊക്കെ ചെറിയ പ്ലാൻ ഉണ്ട്. എന്തായാലും ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ ഏട്ടൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളിനി നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് അവിടെ. എന്തായാലും നമുക്ക് നോക്കാം. പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ഫോർട്ട് കൊച്ചി ഒന്ന് ചുറ്റി നടന്ന് കാണാം. അങ്ങനെ നമ്മളിതേ ഫുട്പാത്തിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൈഡിലൊക്കെ നിറയെ കടകളാണ്. കണ്ടിട്ട് തന്നെ ഓരോന്ന് മേടിക്കാനായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ നമ്മളിതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ ഫോർട്ട് കൊച്ചി കായലാന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബീച്ചുള്ളത്. കൊച്ചിയിലുള്ള ആൾക്കാരൊക്കെ മിക്കവാറും ഫോർട്ട് കൊച്ചിയിലൊക്കെ വന്ന് എല്ലാതും കണ്ടിട്ടുണ്ടാവും. പക്ഷെ കാണാത്തവരായിട്ട് കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ ദേ നമ്മുടെ കൂടെ കണ്ടോളിൻ. നിങ്ങൾ ഈ കാണുന്ന മരം കണ്ടിട്ടുണ്ടോ? ഞാൻ ശിവൻ്റെ അമ്പലത്തിലൊക്കെ വെച്ചിട്ട് ഈ മരം കണ്ടിട്ടുണ്ടോ കേട്ടോ. എനിക്ക് പേര് ഓർമ്മയില്ല. പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ സൈഡിലൊരു പാട്ട് വന്നു കേട്ടോ. അതാണ് മ്യൂട്ടാക്കി കളഞ്ഞത്. എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മ്യൂട്ടാക്കി കളഞ്ഞത്. പിന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ആദ്യം എടുത്ത കുറച്ച് വീഡിയോസ് ഞാൻ റിയൽമി 7 എടുത്ത വീഡിയോസാണ്. ഇനി എടുക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ ഫോണായ S24 എടുത്തതാണ് കേട്ടോ. അപ്പോൾ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഏത് ഫോണിലെടുത്തതാണ് നല്ല ഭംഗി കൂടുതൽ എന്നൊക്കെ പറയണം കേട്ടോ. എനിക്ക് തോന്നിയത് S24 എടുത്തപ്പോൾ കുറച്ചുകൂടി ഒരു ലൈവായിട്ട് ഉള്ള പോലെയൊക്കെ ഒരു ഫീൽ ചെയ്തു. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ദേ നമ്മൾ നടന്ന് ബീച്ച് സൈഡിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. അവിടെ കുറേ പേര് ഫോട്ടോഷൂട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ സഞ്ചാരികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറേ മദാമ്മമാരും സായിപ്പന്മാരും വന്നിട്ടുണ്ട്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ എത്തിയ സമയത്ത്. ഒരു 11 മണി 11:30 ആ ഒരു സമയത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നല്ല അടിപൊളിയായിട്ട് എല്ലാം കണ്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ. വൈകുന്നേരം വേറൊരു വൈബായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പക്ഷെ ഭയങ്കര തിരക്കായിരിക്കും തോന്നുന്നു. ഈ ഒരു സമയത്ത് വലിയ തിരക്കൊന്നുമില്ല. നമുക്കധികം വെയിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു സൈഡിലാണെന്ന് വെച്ചാൽ നിറയെ മരങ്ങളാണ്, തണൽ മരങ്ങൾ, വലിയ മരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തണലാണ് അവിടെ ഉള്ളത് ഫുട്പാത്തിൽ. അപ്പോൾ നമുക്കിങ്ങനെ നല്ല സുഖമായിട്ട് നടന്നിട്ട് എല്ലാം കണ്ടിട്ട് വരാം. പിന്നെ ആണെങ്കിൽ അതൊരു മിനി ഷോപ്പിംഗ് ഏരിയ പോലെ തോന്നും കേട്ടോ. നിറയെ സൈഡിലും ഒക്കെ കടകളാണ് കഴിക്കാനും. പിന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ഫുട്പാത്തിലുള്ള കുറച്ച് കടകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഫോർട്ട് കൊച്ചി ബീച്ച്. ഞാൻ പ്രതീക്ഷിച്ചതിലും ഭയങ്കര ബോറായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, ചപ്പും ചവറും ഒക്കെയാണ് കരയിലേക്ക് അടിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല.
ജസ്റ്റ് ഒന്നിങ്ങനെ ഫുട്പാത്തിൻ്റെ അവിടെ നിന്ന് കണ്ടിട്ട് പോകാമെന്നല്ലാതെ ഇറങ്ങാനായിട്ട് പറ്റില്ല. അത് ഈ കാണുന്നതൊക്കെ ചപ്പ് ചവറാണ് കേട്ടോ, നല്ല വൃത്തികേടാണ്. എന്താണ് ആരും ക്ലീൻ ചെയ്യാത്തതെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ നടന്ന് വന്നപ്പോൾ ഇതേ സൈഡിൽ മാങ്ങയും പൈനാപ്പിളും ഒക്കെ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ വായിൽ കൊതിയായി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അത് മേടിച്ചു കേട്ടോ. ഞാൻ പൈനാപ്പിളും ഏട്ടൻ മാങ്ങയാണ് മേടിച്ചത്. എനിക്ക് പൈനാപ്പിൾ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ദേ ഞാൻ ഏട്ടൻ്റെ കയ്യിലുള്ള മാങ്ങ അടിച്ചു മാറ്റി തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഏട്ടന് കൊടുക്കാതെ. അപ്പോൾ ദേ കടലും കണ്ട് ഇങ്ങനെ മാങ്ങയും പിന്നെ അത് ഉപ്പിലിട്ട എല്ലാ സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നടക്കാനായിട്ട് ഇങ്ങനെ ഭയങ്കര രസമാണല്ലോ. അപ്പോൾ ദേ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. അങ്ങനെ ദേ നമ്മൾ ബീച്ച് സൈഡിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കടലിൻ്റെ തീരം കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയത്. എന്തൊരു ചപ്പ് ചവറാണല്ലേ, നമുക്കൊന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ കടൽ കുറച്ചുകൂടി ഇറങ്ങിയിരിക്കുകയെന്നാണ് കേട്ടോ അവർ പറഞ്ഞത് അവിടെയുള്ളവർ. ഇപ്പോഴാണെങ്കിൽ കടൽ ഇറങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഡേഞ്ചർ ഏരിയ എന്നൊക്കെ. ഇങ്ങോട്ട് വരുന്നു തോന്നുന്നു തിരയൊക്കെ. അപ്പോൾ ഇപ്പോൾ ഒന്ന് കടൽ ഇറങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നു. അഴുക്കും കാര്യങ്ങളൊക്കെ കടലൊന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ ആയതായിരിക്കാം, അറിയില്ല എനിക്ക്. അപ്പോൾ എന്തായാലും അവിടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ വെയിലത്ത് കരിഞ്ഞു പോകാറായി തോന്നുന്നു, അത്രയ്ക്കും ചൂടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും വേണ്ടില്ല. കടൽ സൈഡാണെങ്കിലും ഭയങ്കര ഒരു വെയിലായിരുന്നു. ബീച്ചിലേക്കാണ് പോകുന്നത് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറേ സൺസ്ക്രീനൊക്കെ വാരി പൊത്തിയിരുന്നു, എന്നാലും ഞാൻ കരിഞ്ഞു പോകുന്നതാണ് തോന്നുന്നത്. പിന്നെ ഇതേ എനിക്കിഷ്ടപ്പെട്ട കോണും കാര്യങ്ങളൊക്കെ അവിടെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത് മതിയെന്ന്. വേട്ടൻ ചോദിച്ചാൽ ഐസ്ക്രീമൊന്നും വേണ്ടേ, അപ്പോൾ വേണ്ട എനിക്ക് ഇത് മതിയെന്നും പറഞ്ഞിട്ട് ഞാനത് വാങ്ങിച്ചിട്ടോ. തിന്നിട്ടും അത് കഴിയണില്ല. അങ്ങനെ ഇതേ ഞങ്ങൾ കടലും കണ്ട് അതൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ തിന്നലെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടലിൻ്റെ അടുത്തേക്ക് എത്താറായി. കടൽ തിരകളൊക്കെ വന്നാൽ കല്ലിലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇറങ്ങാനൊന്നും പാടില്ല, ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണ്. അതായത് നമുക്കിങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കാണാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും നടന്ന് കാണാനുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടി. കടലും കണ്ടിങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമായിരിക്കും അല്ലേ. പക്ഷെ വെയിലായതുകൊണ്ട് തണലുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ഇരിക്കുകയാണ്. വെയിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതായത് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിറയെ കാക്ക അപ്പിട്ടിച്ച് വെച്ചേക്കുവാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് സൈഡിലാണെങ്കിൽ ഇങ്ങനെ കപ്പിൾസൊക്കെ വന്നിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് അവരുടെ സൈഡിലും പോയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരുന്നു. ഇതേ ഒരു ഷിപ്പൊക്കെ വരുന്നത് കാണാൻ കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പള്ളിയിലേക്കാണ് കേട്ടോ. നമ്മുടെ വാസ്കോ ഡ ഗാമേനെ പണ്ട് അടക്കിയിട്ടുണ്ടായിരുന്ന ആ പള്ളിയിലേക്കാണ്. അപ്പോൾ ഒരു ഏട്ടൻ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്ന കേട്ടോ കണ്ടത്. അപ്പോൾ സൈഡിൽ മൊത്തമായിട്ട് ഇങ്ങനെ ഷോപ്പിംഗ് ആണ് കേട്ടോ, ഡ്രസ്സിൻ്റെ ആയാലും അങ്ങനെ കുറേ ഷോപ്പിങ്ങിൻ്റെ ചെറിയ കടകളൊക്കെ ഉണ്ട്. അവിടെ വന്നിട്ട് ഷോപ്പ് ചെയ്യുന്നത് ആരാന്നറിയോ, ഈ മാതാമ്മമാരും സായിപ്പന്മാരൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫോട്ടോ വെച്ച് കാണാൻ വരുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഭയങ്കര വിലയാണ് സാധനങ്ങൾക്കൊക്കെ, ഞാൻ വിലയൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതേ ആ നടന്ന് അവിടെ എത്തുമ്പോഴാണ് നമ്മുടെ പള്ളി. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി, നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം, ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. അങ്ങനെ നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല, വീഡിയോസൊന്നും അലൗഡ് അല്ല. അങ്ങനെ നമ്മളിത് തിരിച്ചു പോവുകയാണ്.
നമ്മൾ പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലറ ചില്ലറ അവിടെ അവരുടെ കണ്ണിൽ പൊടി ഇടാനായിട്ട് അവർ കൊണ്ടുപോയിട്ടില്ലല്ലോ. എന്തായാലും അവർ ഫോട്ടോസ് വീഡിയോസൊക്കെ എൻ്റെ ഫോണിൽ നിന്ന് കാണും. അപ്പോൾ എന്തായാലും ബഹളമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമല്ലേ, ഇങ്ങനെ ഓടി നടക്കാനായിട്ട് തോന്നും, അങ്ങനെ അടിപൊളി സ്ഥലമാണ്. എന്തായാലും നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അതിന് മുന്നേയിട്ട് നമുക്ക് അവിടുത്തെ സ്ഥലങ്ങളും സ്ട്രീറ്റ്സൊക്കെ ഒന്ന് ഓടി നടന്ന് കാണാനുണ്ട്. ഞാനൊന്നും കണ്ടിട്ടില്ല. ബിഗ് ബി ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം ഇവിടെയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ പറഞ്ഞു അത് കുറച്ച് അപ്പുറത്തെ സൈഡിലാണ്, സോ കാണാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വേഗം വരാം. പിന്നെ ഇത് നമ്മൾ തിരിച്ച് നടക്കുമ്പോഴാണ് കേട്ടോ ചിൽഡ്രൻസ് പാർക്ക് കണ്ടത്. ഭാഗ്യം, പിള്ളേരെ കൊണ്ടുവന്നത് ഭാഗ്യമായി. നമ്മൾ ഫോട്ടോ വെച്ച് വന്നിട്ട് ചിൽഡ്രൻസ് പാർക്ക് മാത്രം കണ്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നേനെ അവരെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ. എന്തായാലും പിന്നെ ഒരിക്കലും നമുക്ക് അവരെ കൊണ്ടുവരണം കേട്ടോ. എന്തായാലും അവർ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഫോട്ടോ വെച്ച് ബീച്ചും ഈ പാർക്കും കാര്യങ്ങളൊക്കെ. അവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും ഈ ഒരു സ്ഥലം. എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഫോട്ടോ വെച്ച് സൈഡൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്നുള്ളത് ഇച്ചിരി മീനിൻ്റെ മണമൊക്കെ ഉണ്ട്, എന്തായാലും നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മളവിടുത്തെ സ്ട്രീറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോവാണ്. അടിപൊളി ബിൽഡിങ്സ് ആണ് കേട്ടോ, പണ്ടത്തെ കാലത്ത് ഉണ്ടാക്കിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും സൂപ്പറായിരുന്നേ. സ്കൂളാണ് എടുത്തിട്ടുണ്ടോ? സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് തോന്നും കേട്ടോ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. അവിടെ കുറേ പേര് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഞാനൊരു ആഗ്രഹമൊക്കെ പറഞ്ഞു ഏട്ടനോട്, പക്ഷേ ഏട്ടൻ നിർത്തി തന്നില്ല, ഫോട്ടോസൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞു തമ്പനയിലിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫോട്ടോസൊക്കെ എടുക്കാം അവിടെ നിന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ കേട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ആ സ്ട്രീറ്റിൽ കൂടെ ഉണ്ടല്ലോ, ഉള്ളിൽ കൂടെ എത്ര കറങ്ങി വന്നാലും പിന്നെ നമ്മൾ തിരിച്ചെത്തുന്നത് മെയിൻ റോഡിലേക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ എത്തുന്നത് നമ്മുടെ ജങ്കാറൊക്കെ കയറില്ലേ, ആ ഒരു സൈഡിലേക്കാണ് പിന്നെയും നമ്മൾ എത്തുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതുണ്ട് കേട്ടോ, അവിടെ ഒരു അഡ്വാൻറ്റേജാണ്. അവിടെ ഏത് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്നാലും നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിക്കോളും. ഇപ്പം നിങ്ങൾ ബസ്സിലാണ് വരുന്നതെങ്കിലും ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മുടെ ജങ്കാറൊക്കെ കയറുന്ന സൈഡിൽ തന്നെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നടന്നു പോകാവുന്നതേ ഉള്ളൂ അങ്ങോട്ടൊക്കെ. അപ്പോൾ നിങ്ങൾക്കും വരാവുന്നതാണ്, എന്തായാലും വന്നോളൂ കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഈ കാണുന്നതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ്. എൻ്റെ സൈഡിൽ ഞാൻ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല, എനിക്കൊരു ബസ് വന്നപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ജങ്കാറിലേക്കാണ് കേട്ടോ. ജങ്കാറൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ സ്കൂട്ടേഴ്സൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ, അവരൊക്കെ ഈ ജങ്കാറും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പിന്നെ നമുക്കൊരു പാസ് എടുക്കാനുണ്ട് കേട്ടോ ജങ്കാറിൽ കയറണമെങ്കിൽ. അങ്ങനെ ഏട്ടൻ ബൈക്കൊക്കെ നിർത്തിയിട്ട് പാസ് എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. 10 രൂപയാണ് കേട്ടോ പാസിന്. അപ്പോൾ നമ്മളവിടെ ജങ്കാറും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കുറേ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത്രയും കാറും പിന്നെ വണ്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറുമോ എന്ന് ഇങ്ങനെ സംശയമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഇത്രയും വണ്ടികളൊക്കെ അതിൽ കയറുമോ എന്നൊക്കെ നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ജങ്കാറിൽ കയറാൻ പോകുന്നത്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ജങ്കാർ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ആൾക്കാരും വണ്ടികളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ സമയത്ത് അവിടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കയറാൻ പോവുകയാണ്, ജങ്കാർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാ വണ്ടികളും കയറ്റിയിട്ട് വേണം ഇനി തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞത് എല്ലാ വണ്ടികളും കയറാറുണ്ട്, അവിടെ നിൽക്കുന്ന എല്ലാ വണ്ടികളും കയറാറുണ്ട് എന്നാട്ടോ പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം.
ആദ്യം കയറിയത് വലിയ വണ്ടികളാണ് കേട്ടോ, കാറും കാര്യങ്ങളൊക്കെയാണ് കയറിയത്. പിന്നെയാണ് നമ്മൾ കയറുന്നത്, ബൈക്കും സ്കൂട്ടറും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ കയറുന്നത്. അവിടെ പാസ് എടുക്കാനായിട്ട് നോക്കാനായിട്ട് 2 പേര് നിൽക്കുന്നുണ്ട് കേട്ടോ, മേടിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ പാസ് എല്ലാം കൊടുത്തു. ദേ ജങ്കാറിലേക്ക് കയറാനായിട്ട് പോവാണ്. അപ്പോൾ അതേ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ മിസ്സായെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്, വൈപ്പിൻ സൈഡിലേക്കാണ് തോന്നുന്നുണ്ട് എത്തുന്നത്. അങ്ങനെ ഇതേ ജങ്കാർ അവിടെ സ്റ്റോപ്പ് ചെയ്തു, എല്ലാ വണ്ടികളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഓർത്തത് കേട്ടോ, നിങ്ങളോടൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തോളൂ. അപ്പോഴാണ് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അങ്ങനെ അവിടെ നമ്മൾ കുറേ ഫിഷ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ, പക്ഷെ മേടിച്ചൊന്നുമില്ല. പെട്ടെന്നാണ് വല്ലാർപാടം പള്ളിയിലൊന്ന് കയറിയാലോ എന്നൊരു ആലോചന. അതുവഴിയാണല്ലോ എന്തായാലും പോകുന്നത്. അപ്പോൾ ഈ മീനൊക്കെ മേടിച്ചിട്ട് എങ്ങനെയാണ് പോവുക, അതുകൊണ്ട് അതൊന്നും മേടിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് വല്ലാർപാടം പള്ളിയിലേക്കാണ്. ഈ കാണുന്നതാണ് കേട്ടോ വല്ലാർപാടം പള്ളി, ദൂരെ നിന്ന് കാണുന്നതാണ്. എന്തായാലും നമുക്ക് അവിടെ കൂടി പോയിട്ട് പോവാം. ഞാനിപ്പോൾ 2ാമത്തെ തവണയാണ് കേട്ടോ വല്ലാർപാടം പള്ളിയിലേക്ക് വരുന്നത്. കല്യാണം കഴിഞ്ഞ ഒരു സമയത്തും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ വന്നത് ഒരു വൈകുന്നേരം ടൈമിലായിരുന്നു. എന്തായാലും അപ്പത്തും അടിപൊളിയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര വെയിലാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ സമയം ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും അടിപൊളി പള്ളിയാണ് കേട്ടോ. ഇവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അവിടെ കുറേ പേര് അടിച്ചോരുന്നുണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ചുറ്റി കണ്ടിട്ട് വരാം. എന്തെങ്കിലും നടക്കാനാണോ? അങ്ങനെ എന്തിനാന്ന് പറ, എന്തെങ്കിലും ഒരു ഇതുണ്ടാവില്ലേ? അങ്ങനെ നമ്മൾ പോയി പള്ളിയുടെ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ചു, കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ വന്നത് എടപ്പള്ളിയിലുള്ള കുഴിമന്തി ഷോപ്പിലാണ് കേട്ടോ. അറേബ്യൻ പാലസിലേക്കാണ് വന്നത്. ഇപ്പോൾ ഒരു 3 മണി കഴിഞ്ഞു കേട്ടോ, വിശന്ന് ചിറി ഇളിഞ്ഞു കേട്ടോ. എന്തായാലും പള്ളിയിലേക്കൊക്കെ അല്ലേ പോയത്, അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നായിരുന്നു. പിന്നെയാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേ ആകെ ക്ഷീണിച്ച് വഷളായിട്ടോ. ഞാൻ പോയപ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ മന്തിയൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവർ വെജ് സൂപ്പാണ് കൊടുത്തു തന്നത്. അവിടുത്തെ സൂപ്പ് കൊള്ളാം, കുഴപ്പമില്ല, പക്ഷെ ഞാൻ അധികം കഴിച്ചില്ല കേട്ടോ. പിന്നെ ഇതേ മന്തി വന്നു. പിന്നെ സൂപ്പ് ഞാൻ വേഗം ഏട്ടന് കൊടുത്തു. മന്തി കഴിക്കാനായിട്ട് തുടങ്ങി. സ്പൈസി മന്തിയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആരെയും നോക്കണ്ടായിരുന്നില്ലോ, പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് അയ്യോ ഭയങ്കര വിശപ്പായിരുന്നു. വേഗം വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് വേഗം വേഗം വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടനൊന്നും ഞാൻ ശ്രദ്ധിക്കണേ ഇല്ല. ഇടയ്ക്ക് ഇതിൽ പോരേന്ന് ഏട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയോ, ഏട്ടന് അതിന് ശേഷം വേണമല്ലോ കഴിക്കാനായിട്ട്. വീഡിയോ എടുത്തത് മതിയോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. ഞാനാണിച്ചത് മൈൻഡ് ചെയ്യണില്ല, എടുത്തോണ്ടേ ഇരുന്നോട്ടെ വെച്ചിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. ഞാൻ വേറൊന്നുമല്ല, വലുതൊന്നുമല്ല കേട്ടോ, നെയിം വാലറ്റാണ്. ഞാൻ പണ്ട് മുതലേ നോക്കി വെച്ചതായിരുന്നു ഒരു നെയിം വാലറ്റ് കൊടുക്കണമെന്ന്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഏട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് ഇതുപോലൊരു നെയിം വാലറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടങ്ങിയൊരു ആഗ്രഹമാണ് കേട്ടോ ഏട്ടന് ഇതുപോലൊരു നെയിം വാലറ്റ് കൊടുക്കണമെന്ന്. അന്ന് ഏട്ടൻ നോട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും മേടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.